അങ്ങനെ നമ്മള് മധുരയിൽ പോയപ്പോൾ കേരളത്തിൽ നിന്നും ചെന്നൈയിൽ പഠിക്കുന്ന കുറച്ച് നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇവരെന്തോ ആർക്കിയോളജിസ്റ്റ് അതാണ് പഠിക്കുന്നത്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമ ആക്ച്വലി കൊള്ളാം, ഒരു കോമഡി എന്റർടൈനർ ആണ്. നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്തു, അപ്പൊ കത്തി പോവാൻ ചോദിച്ചപ്പോ ചേച്ചി കത്തില്ല, ഇത് എന്റെ ഉറപ്പ്. മധുരൈ സിനിമാറ്റിക് ആണ് അവര് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ എന്താ പറയാ, മധുരൈ വണ്ടികള് പണ്ടാറ് തിരക്ക്, കാല് വയ്ക്കാൻ ഒരു സ്ഥലമില്ല. അങ്ങനെ രാമേശ്വരം എത്തിയിരിക്കുകയാണ്. ഓട്ടോറിക്ഷ പറയാ ബസ്സിലാണ്. എന്നിട്ട് ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഇഷ്ടം പോലെ ബസ്. അതെയോ, നമുക്കൊരു ലെഗ് പീസ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. പറയണത് കേക്കണ്ടാ. തമ്പി കീഴിറങ്ങ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കും. ഏതെങ്കിലും പെൺപിള്ളേരെ കണ്ട ഫോട്ടോ എടുക്കാൻ ദൈവനുണ്ട്. കണ്ട പെൺപിള്ളേരെ ഫോട്ടോ എടുത്തു. ഇതാണ് ധനുഷ്കോടി ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നുള്ള ഇന്ത്യയുടെ അതിർത്തി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വിസിലേക്ക് ഓട്ട് പോടുങ്ക. സൂര്യനടുത്ത് മട്ടനെ നമുക്കെന്നാലേ മധുരൈ രാമേശ്വരം ധനുഷ്കോടി ട്രിപ്പ് അങ്ങോട്ട് തുടങ്ങിയാലോ. നമ്മൾ ടൂറിന് മുന്നോടിയായിട്ട് സിനിമയ്ക്ക് കയറാൻ പോവുകയാണ്. മോഹിനിയാട്ടം ഭരതനാട്യം പോകുന്നു. ഹോട്ടൽ അക്ഷയ തൃശ്ശൂർ. നമ്മള് മധുരയ്ക്കുള്ള യാത്ര തുടങ്ങി. അപ്പൊ ആദ്യം സിനിമ കണ്ടു, പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തുടങ്ങാന്നാണ് വിചാരിക്കുന്നത്. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. നല്ല പാട്ടുണ്ട്. മോഹിനിയാട്ടം. സിനിമ ഇഷ്ടമായി അവനെ? സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമ ആക്ച്വലി കൊള്ളാം, ഒരു കോമഡി എന്റർടൈനർ ആണ്. പൊറോട്ട, ബട്ടർ ചിക്കൻ, പനീർ ബട്ടർ മസാല, പൊറോട്ട ബട്ടർ മസാല, അതെ ബട്ടർ ചിക്കൻ. നമ്മളങ്ങനെ മധുരൈ രാമേശ്വരം യാത്ര തുടങ്ങി. നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്തു, അപ്പൊ കത്തി പോവാൻ ചോദിച്ചപ്പോ ചേച്ചി കത്തില്ല, ഇത് എന്റെ ഉറപ്പ്. തീ കണ്ട ഇവിടെ തീ കണ്ട ചേച്ചി ഓടുന്നാണ് പറഞ്ഞേക്കുന്നത്. മധുരൈ ഓ സ്റ്റൈലായില്ലോടെ നീയേ. അന്വേഷണം അവിടെ കേട്ടപ്പോ അവൻ വെറുതെ പോയിട്ട് എന്തൊക്കെയോ ചോദിച്ചു വരുന്നോ. എന്നിട്ടവിടെ പറഞ്ഞേ കെമിസ്ട്രിയിലാണോ?
സ്ലീപ്പറിന്റെ കേസ് വെച്ചാൽ ബുക്ക് ചെയ്യാൻ പറ്റൊന്നുമില്ല. ടി.ടി.മാർക്ക് അറിയുള്ളൂ. ടി.ടി.മാരോട് ചോദിച്ചിട്ട് സ്ലീപ്പറിൽ വേക്കൻസി ആദ്യം നമ്മൾ സ്ലീപ്പറിൽ പോയി കയറുക. അപ്പൊ അവരിറക്കി വിടും. സിനിമാറ്റിക് ആണ് അവര് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴാണ് അതിന്റെ ഇടയിൽ കൂടെ ഒരു ട്രെയിൻ. റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിപ്പിടങ്ങൾ ഇട്ടേക്കണത് ജനങ്ങൾക്ക് ഇരിക്കാനാണ്. അപ്പൊ ഇതിൽ ഓരോ ഹിന്ദിക്കാര് വന്നിട്ട് ഇവിടെ മുണ്ടും ചുറ്റിയിട്ട് കിടക്കാന്നൊക്കെ പറയുമ്പോ ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് അത് ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനത്തെ ഉള്ളവര് ഇങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ എന്താ പറയാ, ഇവരോടൊന്നും പറഞ്ഞിട്ട് കേരില്ല. നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ സുഖല്ലേ? അപ്പൊ പറയും കാല് മോളിക്ക് വെക്കണ മധുരൈ വണ്ടികളത് കാല് വെക്കാൻ പറ്റല്ലേ. അങ്ങനെ അപ്പർ ബർത്തിന്റെ മുകളിൽ സീറ്റ് കിട്ടിയിരിക്കുകയാണ്. ഒരുത്തന്റെ അവിടെ കിടന്നുറങ്ങി. നമ്മളങ്ങനെ ട്രെയിൻ യാത്ര ബർത്തിന്റെ മുകളിൽ കിടക്കാതെ താഴെയുണ്ട്. നമ്മളങ്ങനെ ട്രെയിൻ യാത്ര വളരെ മനോഹരമായിരുന്നു. ഒരാള് ബർത്തിന്റെ മുകളിൽ കിടക്കുന്നു, ഒരാള് താഴെ ഇരിക്കുന്നു. പൊട്ടിയൊക്കെ ചുള്ളനായില്ല നീ. നമുക്കറിയാൻ വേണ്ടിട്ടാ എന്താ നമ്മളങ്ങനെ രാമേശ്വരം എത്തിയിരിക്കുകയാണ്. അതല്ല ഇതിന്റെ മുന്നിൽ മറ്റേ സ്റ്റേഷന്റെ മുന്നിൽ കവാടത്തിന്റെ മുന്നിലാ രാമേശ്വരം ധനുഷ്കോടി. അങ്ങനെ നമ്മൾ മാതൃകയായിട്ട് ഫാനും ലൈറ്റൊക്കെ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് ട്രെയിനിന്റെ. ബാത്റൂമിൽ പോകാൻ തോന്നുന്നുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു ട്രെയിൻ യാത്രയൊക്കെ? നന്നായിരുന്നു. I am coming. ട്രെയിൻ പോകുന്നുള്ളൂ. നമ്മളങ്ങനെ രാമേശ്വരം എത്തിയിട്ട് ധനുഷ്കോടി പോകാൻ ബസ് ഉണ്ടോ ചോദിച്ചപ്പോ ഓട്ടോറിക്ഷ പറയാ ബസ്സില്ലാന്ന്. എന്നിട്ട് ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഇഷ്ടം പോലെ ബസ്, ഇഷ്ടം പോലെ. പിന്നെ ഒരു ഓട്ടോറിക്ഷ വന്ന് പറയാ ഫുള്ള് ചുറ്റി കാണിച്ചിട്ട് നിങ്ങൾ പറയണോടത്ത് വൈകുന്നേരം ഡ്രോപ്പ് ചെയ്ത് തരും 1300 രൂപ. എന്താ കഥ? അപ്പൊ നിങ്ങൾ പരമാവധി ഇവിടെ വന്ന ഓട്ടോറിക്ഷയിൽ കയറാണ്ടിരിക്കുക, ഒന്നും ചോദിക്കാണ്ടിരിക്കുക. നമ്മുടെ നാട് പോലെ അല്ല, ഇത് രാമേശ്വരാണേ. അതെ, അങ്ങോട്ടേ കുടിക്കണം, ജ്യൂസ് കുടിക്കാം.
നമുക്കൊരു ലെഗ് പീസ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. പറയണത് കേക്കണ്ടാ. നല്ല ചൂടുണ്ട്, ടേസ്റ്റ് ഉണ്ട്. ഹോട്ടലിലെ കുറ്റം പറയാൻ പറ്റില്ല, പുറത്തിറങ്ങിട്ട് പറയട്ടാ. മീൽസ് 5 പിടിക്കണ പോലെ. മീൽസ് 5 750, ഒരെണ്ണത്തിന് 150 രൂപ വിചാരിക്കണം. അങ്ങനെ നമ്മൾ ഇറങ്ങി ഫുഡ് കഴിച്ചു. ഇനി നമ്മളടുത്തത് ധനുഷ്കോടി പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ അടുത്ത് APJ അബ്ദുൽ കലാം മൂപ്പരുടെ വീടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങോട്ട് പോകണ്ടോന്ന് അറിയില്ല, നല്ല വെയിലുണ്ട്. ഈ നേരത്തെ ധനുഷ്കോടി പോയ കട്ടപ്പാറ വെയിലത്ത് നിൽക്കേണ്ട വരുന്നുണ്ട്. കരിയും പിന്നെ നമ്മൾ തീ കൊടുത്ത കാരണം പാടില്ലല്ലോ. ഇപ്പൊ എങ്ങോട്ടോ നടത്തിക്കിണ്ട് ഇവര് 2 കൂടിയിട്ട്. വേണ്ട, ഒരു ടീം എങ്ങോട്ടോ കൊണ്ടുപോയിട്ട്. ഫസ്റ്റ് എക്സ്പീരിയൻസ് യാത്ര. തൃശ്ശൂരിൽ നിന്ന് നമ്മള് 2:30 അമൃത എക്സ്പ്രസിനൊക്കെ കയറി. അതിന് ഭയങ്കര തിരക്കായിരുന്നു. പാലക്കാട് ഒറ്റപ്പാലത്തുമ്പോഴേക്കും മോളിലത്തെ മെയിൻ ബർത്തിൽ കിടക്കാൻ സീറ്റ് കിട്ടി. അത് കാരണം രക്ഷപ്പെട്ടു. എന്നിട്ട് എനിക്ക് 9:30. അപ്പോഴത്തേക്ക് നമ്മൾ മധുരൈ ജംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ നമ്മള് പാമ്പന്മാലം കണ്ട് രാമേശ്വരം എത്തി. ഇപ്പൊ രാമേശ്വരത്താണ് ഇപ്പൊ നമ്മൾ നടക്കുന്നത്. അവിടെ കയറി ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. ഹൗസ് ഓഫ് അബ്ദുൽ കലാം, ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ വീട് കണ്ടു. അവിടെ ആൾക്ക് കിട്ടിയ ഭാരതരത്ന, പത്മവിഭൂഷൺ, പിന്നെ ഒരു ബുക്ക് സ്റ്റാള്, പിന്നെ അങ്ങനെ കുറച്ച് സ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേറാൻ പൈസയൊന്നുമില്ല, ഇറങ്ങാനും പൈസയില്ല, ഇറങ്ങാനും പൈസയില്ല. പിന്നെ അവിടെ കുറച്ച് ബുക്ക് സ്റ്റാൾ ഉണ്ട്, പിന്നെ കുറച്ച് വാച്ച്, മാല, പിന്നെ കടൽ തീരത്തായ കാരണം ശംഖ്, ചിപ്പി, ഞൗഞ്ഞി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയ ഓരോരോ സാധനങ്ങളുണ്ട്. അതൊക്കെ ആവശ്യക്കാർക്ക് മേടിക്കാം. കയറാനും ഇറങ്ങാനും പൈസയില്ല. അതാണ് ഇവിടെ എടുത്ത് പറയേണ്ട മെയിൻ പോയിന്റ്. അടുത്തായിട്ട് നമ്മള് നമ്മുടെ ക്യാപ്റ്റൻ മാർഷൽ നയിക്കുന്ന അന്നപൂർണേശ്വരി അമ്പലത്തേക്കാണ്. ഇനി മാർഷൽ നയിക്കും. ക്യാപ്റ്റൻ മാർഷലെ ഒരു അന്നപൂർണേശ്വരി അമ്പലത്തേക്ക് കൊണ്ടുപോകാന്നാണ് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നത്. അയ്യോ, അന്നപൂർണേശ്വരി ടെമ്പിൾ രാമേശ്വരം. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സൺസെറ്റ് പിടിക്കാൻ ധനുഷ്കോടി പോണ്ടേ. ഇവിടുന്ന് ഏകദേശം ധനുഷ്കോടിക്ക് എത്ര കിലോമീറ്റർ? ധനുഷ്കോടിക്ക് അറിയില്ല, എന്തായാലും കുറച്ചുണ്ടെന്നാ കേട്ടെ. എന്നാലും നമുക്ക് കുറച്ച് ഇതൊക്കെ വരുമോ അവന് വരുത്തണ്ട. നമുക്ക് നിന്റെ അമ്മ ഇന്നലെ വരുത്തൂറാ ഐസ്ക്രീമിന്റെ. ശ്രീ ആത്മാ ടെമ്പിൾ. ടെമ്പിൾസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ എന്താ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് ടെമ്പിളില്. നമ്മുടെ ഒരു മാർക്കറ്റ് നമ്മുടെ നടക്കണ പോലത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മുക്കിന് ടെമ്പിളുള്ളതെന്ന് പറഞ്ഞു. അവിടെ കടലുണ്ട്. നമ്മളിപ്പോ നേരെ പോണ കടലില്ല, ഇത് സംതിങ് ബിഗ് ടെമ്പിൾ ആണെന്നാണ് ഇവിടെ ഹൈപ്പ് കൊടുത്ത് മാർഷലൊക്കെ പറയുന്നത്. ശ്രീ അന്നപൂർണേശ്വരി ടെമ്പിൾ അങ്ങനെയാണ് ഇവര് അങ്ങനെയാണ് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേട്ടാ. ദേ ഇവ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ചൊക്കറ കണ്ട കിണക്കൻ. അതിന്റെ വാസശില്പം നോക്കിയേ. ഇതിന്റെ ഒരമ്പലം കാണുമ്പോഴേക്ക് അങ്ങോട്ട് തള്ള തുടങ്ങും. പ്രത്യേകിച്ച് കണ്ടോ, നിങ്ങൾ കണ്ടോ വാസ്തുശില്പം? ഇതാണ് അമ്പലം. ഇതിന്റെ പേര് മാർഷലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാപ്പ് നോക്കിയിട്ട് മുമ്പ് പറഞ്ഞ അന്നപൂർണേശ്വരി എന്നാണ്. തമിഴാണല്ലോ. ഇൻസ്ട്രക്ഷൻസ്
മൊബൈൽ ഫോൺ ഹാസ് പ്രൊഹിബിറ്റഡ് ഇൻസൈഡ് ദ ടെമ്പിൾ. മെയിനായിട്ട് ഇതാണ് ഗോപുരം എന്നൊക്കെ പറയണ പോലത്തെ സംഭവം. ഇതിന്റെ പേരെന്താന്ന് നമുക്ക് ഇംഗ്ലീഷ് എഴുതി വെക്കാൻ പറ്റാത്ത കാരണം നമുക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. ആരോടെ ഇറച്ചിക്കടയുടെ മുന്നിൽ പട്ടി നിൽക്കണ പോലൊക്കെ നിൽക്കുന്നുണ്ട്. ഇതാണ് ആ സ്ട്രീറ്റ്. ഇവരൊക്കെ ഫോട്ടോയും വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. എങ്ങനെയുണ്ടാ? ഉള്ളിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല ക്ലിക്ക് കിട്ടും. അയ്യോ ഉള്ളിൽ കയറാൻ പറഞ്ഞു. പക്ഷെ ഇതിന്റെ എല്ലാരും ഇതിന്റെ ടേൺസ് ആൻഡ് റെഗുലേഷൻസ് ഒന്ന് വായിച്ചു നോക്കുക. മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ. അപ്പൊ ഞങ്ങള് അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വിശേഷങ്ങൾ ചെറിയ രീതിയിൽ വിവരിക്കാട്ടാ. അപ്പൊ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവര് പറയുന്നത്. പിന്നെ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ നമുക്ക് ഒളിച്ചും പാത്ത് കൊടുക്കാന്നേ. ഇതാണ് അമ്പലത്തിന്റെ ഉൾ സൈഡ്. ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒളിച്ചും പാത്തും. ഇത് പിന്നാമ്പുറം ദൈവം ഒളിച്ചും പാത്താണ്ട് ദൈവം ക്യാമറ എടുക്കുന്നു. കള്ളൻ. ഹലോ, അതാണ് അമ്പലത്തിന്റെ പേര് കണ്ടുപിടിച്ചു. ശ്രീ പർവ്വതാനനിധി അമ്മൻ കോവിൽ അങ്ങനെ എന്തോ ആണ്. ശ്രീ അന്നപൂർണേശ്വരി അല്ല, ശ്രീ പർവ്വതാനനിധി അമ്മൻ കോവിൽ. അതും തെറ്റാന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു അമ്പലാണിത്. ഏതൊരു ടെമ്പിൾ. ശ്രീ അരുൾമികി രാമനാഥസ്വാമി ടെമ്പിൾ. തമ്പി തമ്പി കീഴിറങ്ങ തമ്പി. ജമ്പട തമ്പി ബേഗ് എടുക്കണില്ലേ തമ്പി? ഓ ബേഗും മേരെ കൊടാ. ക്ഷീണായി, വെയില് കൊണ്ടു, ടാൻ അടിച്ചു, ജ്യൂസ് കുടിക്കാൻ, വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ട്. അങ്ങനെ പല പല തോന്നലുകൾ വരുന്നുണ്ട്. ഇവരാണെങ്കിൽ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ കർണാടക കണ്ടമിച്ച് നടക്കുന്നുണ്ട്. കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കും. ഏതെങ്കിലും പെൺപിള്ളേരെ കണ്ട ഫോട്ടോ എടുക്കാൻ ദൈവനുണ്ട്. കണ്ടാ പെൺപിള്ളേരെ ഫോട്ടോ എടുത്തു. അതിന്റെ പെർഫെക്ഷൻ കണ്ടില്ലേ? പെൺപിള്ളേരുടെ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ പെർഫെക്ഷൻ കണ്ടില്ലേ? ഇമാരെ ആൾക്കാരാ. ഏതോ കുറച്ച് കുന്നാരം സ്ഥലങ്ങൾ കാണിച്ചിട്ട് 50 കിലോമീറ്റർ ഉണ്ട്. 1200 രൂപ തരാണെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊടുന്നു വിടാന്നാണ് പറയുന്നത്. സംഭവം എല്ലാ സ്ഥലം എടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവൻ വിരല് വെച്ചിട്ട് 900 ചോദിച്ചിട്ടുണ്ട്. 1000 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ നമ്മള് പോവാന്ന് പറയും. നമ്മളിനി കടല് കണ്ടിട്ട് തിരിച്ചു പോകുമ്പോ 1000 രൂപയ്ക്ക് ഒന്നുകൂടി നമ്മൾ ചോദിക്കുന്നു. 1000 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ പോവാല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ്. പറ്റില്ല. നല്ല ചീഞ്ഞ മണമുണ്ട്. ഒരു ജ്യൂസ് ആയാലും ജിനോ ജിഗിരി എന്താ? തമിഴ്നാട് പോലീസിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ കേട്ടില്ലേ? ഇമ്മാരി ഒരു എള്ളേതാ മുതിരേതെന്ന് അറിയാത്ത കുറച്ച് ഗ്യാസിനെ വേണ്ടിട്ട് ഇറങ്ങിയേക്കാം. തമിഴ്നാട്ടിൽ ഇപ്പൊ ഓപ്ഷൻ എടുക്കാന്നൊക്കെ ഉണ്ട്. ഇന്നലെ 2 പോയല്ലോ. കണ്ണ് ചിമ്മ കണ്ണാടാ വെച്ചാലോ ഞാൻ മാസാവോ? ഇതെന്തിനാ അടുത്തത് ചോറ് തുടങ്ങിട്ട് എന്തിനാ ശരിയല്ലോ. എങ്ങടെ എന്തേലും ഒരു പരിപാടിക്ക് ഇറങ്ങിയ മുടക്കം പറയുന്ന ഈ തന്തോയപ്പ് ടീംസിനെ കൊണ്ടിട്ട് നമ്മൾ ടൂറിന് ഇറങ്ങിയേക്കണേ. എന്നിട്ട് അവൻ ഇനി മുഖം കാണിക്കില്ലേ? ഇനി കൊടകൊണ്ട് ആളാമ്പുള്ളി കളിച്ച് നിൽക്കും. അടുത്തത് 12 സ്ഥലം കാണിച്ചിട്ടുണ്ട്. 12 സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ 1200 രൂപയാണ് ഈ ചേട്ടൻ പറഞ്ഞേക്കുന്നത്.
അപ്പൊ 12 സ്ഥലം എന്നാണ് പറഞ്ഞത്. ഈ 12 സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് 12 സ്ഥലം നമ്മള് പോകണം. 1200 പറഞ്ഞത്. അതിൽ നമ്മുടെ അഗ്രഗണ്യൻ കാൽക്കുലേറ്ററിൽ 1100 അടിച്ചിട്ട് അത് പറഞ്ഞപ്പോ അണ്ണാ പേടിയിരിക്കുക അണ്ണാന്ന് പറഞ്ഞിട്ട് ആളെ പറ്റിച്ച് 1100 രൂപയ്ക്ക് പിടിപ്പിച്ചു. അതാണ് ഈ മഞ്ഞ തൊട്ടി മതി ഓട്ടർഷയിൽ മടിയിലൊക്കെ ഇരുന്ന് കൊണ്ട് വരും. അല്ല നമ്മളെ ഏറ്റവും അവസാനം ധനുഷ്കോടി പിടിച്ചാൽ മതി. കാത്തുക്കുടി ജ്യൂസ് ഒരു ഗ്ലാസ്സിന് 60 രൂപ. നമ്മുടെ സിട്രസ് പോലത്തെ ഒരു സാധനം തോന്നുന്നുണ്ട്. ഇതിന് ഇംഗ്ലീഷിൽ തന്നെ പേര് ചൊല്ലും ഇതിനെ. ഈ താത്ത് ഓറഞ്ച് പോലെ തന്നെ ജ്യൂസ്. താത്തുക്കുടി ജ്യൂസ്. താത്തുക്കുടി ഷുഗർ പോട്ടത്. താത്തുക്കുടി തണുപ്പില്ലയാ? ഐസ് വേണ്ടേ? ഐസ് ഇട്ടിട്ടില്ലേ? ഐസ് ഇടൂ. ഐസ് പോട്ടോ. കസ്കസ് ഇട്ടോ. കിട്ടണത് കിട്ടോ. ഐസ് ശരി. ഐസായിട്ടൊന്ന് കുടിക്കാൻ വേണ്ടി നിക്കുമ്പോ അപ്പത്തേക്ക് അവൻ മേടിച്ചോണ്ടേ വണ്ടിക്കാരൻ നിൽക്കണു. ജ്യൂസ് കുടിക്കാൻ മറ്റൊരു കസ്റ്റമൈ കാണാൻ പറ്റി ഞാൻ കൊല്ലൂട്ടെ. വിത്തൗട്ട് ഷുഗർ എങ്ങനെ ഇരിക്കാ തമ്പി? കക്കിണ്ടാ അതരാട്ടോ പോയി. മധുരടാണ്ടത് കുടിക്കാനൊരു രസമല്ലേ? അയ്യേ മധുരടാണ്ടായി. ആളുടെ ഓട്ടോറിക്ഷ ചേട്ടൻ്റെ 100 രൂപ നമ്മൾ കട്ട് ചെയ്ത കാരണം ആള് സൺസെറ്റ് കാണുമ്പോഴത്തേക്കും തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മള് ധനുഷ്കോടി വരെ വന്നിട്ട് സൺസെറ്റ് കണ്ടില്ലെങ്കിൽ പിന്നെ പോണൊക്കെ വളി വിടുങ്ങ. ഇതാണ് നമ്മുടെ വണ്ടി ഗായ്സ്. ശില്പിയായി 4 ഷീറ്റ് വെച്ച് പെടയല്ലേ ഇത് മറച്ചിട്ട് സാധനം പണിത്തു. ഇവൻ പറഞ്ഞത് ഇതിന്റെ ശില്പിയാണ് നമ്മള് ഇത് നോക്കണ്ടേന്നാ പറഞ്ഞേ. ഷീറ്റ് അടിക്കില്ല. അന്നത്തെ കാലത്ത് 4 ഷീറ്റ് വെച്ചിട്ട് പണിയല്ല ചെയ്തേ. ഇതിന്റെ ശില്പി നോക്കിയേ. ഇവിടെ ചെരുപ്പിടാണ്ട് കാല് പൊള്ളുന്നു. കൈക്കാലുകൾ കുളത്തിൽ എന്തൊക്കെയോ ഒരാല് നീർക്കാക്ക. കുളത്തിൽ ഭയങ്കര ചളിയാണ്. ഇതിലാരും കുളിക്കാറൊന്നും ഇല്ല. അവിടെ നോക്കൂ ആ സെന്ററില് അപ്പോഴാണ് ഇവർക്ക് വെള്ളം കുടിക്കാൻ മുട്ടിയത്. ഇദ്ദേഹത്തിന് ഈ ചെണ്ട കൊണ്ട് എന്തോ കൊട്ടണം. സൗണ്ട് ഇറക്കാ. രാമേശ്വരം വന്നു. 1100 കൊടുത്തിട്ട് കരാറുറപ്പിച്ചു. ഇപ്പൊ ആള് വഴിയിൽ പോണതും അമ്പലങ്ങളൊക്കെ നിർത്തിയിട്ട് കണ്ടോന്ന് പറയണ്ട്. ബാക്കി ഗൈസ് നമ്മുടെ ഇപ്പോൾ നേരെ ഇറങ്ങി പോയിട്ടുണ്ട്. നമ്മള് അമ്പലത്തേക്ക് പോയിട്ടില്ല. എന്താല്ലേ ക്ഷീണായി. ഇവിടെയാണ് രാമനും സീതയും പൂജ ചെയ്ത സ്ഥലം എന്ന് പറയുന്നത്. ലൈറ്റ് ഹൗസ്
പക്ഷെ ലൈറ്റ് നല്ല വലിപ്പാ ഇവിടെ ടിക്കറ്റ് ഒക്കെ എടുക്കണം പറയുന്നുണ്ട്. എല്ലാവരുടെ മുഖത്ത് ഒരു ക്ഷീണം, പ്രത്യേകിച്ച് ഇവന്റെ മുഖത്ത് ഇവന് ക്ഷീണമായിട്ട് ഇരുന്നു പോവാൻ. നമ്മളിങ്ങനെ ധനുഷ്കോടി ലൈറ്റ് ഹൗസിൽ കയറാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിന് മുന്നിൽ കട്ട കിട്ടിയാണ്. അറ്റ് എ ടൈം 5 പേർക്കാണ് ലിഫ്റ്റിൽ കയറാൻ പറ്റുക. 100 രൂപ 10 രൂപയാണ് ഒരാൾക്ക് കയറാൻ. 10 രൂപ പെർ ഹെഡ് 10 രൂപയാണ് ടിക്കറ്റ്. ഇവന് തീരെ സ്റ്റാമിന കഴിഞ്ഞതൊക്കെ പറയണ ഇരിക്കുക. ഇവന് വെരിക്കോസ് ആമവാദം. ഇവനാമോദാട്ടോ, ഇവനാമോദം വെരിക്കോസ് പിന്നെ ഇല്ലാത്ത സാധനം. ഇതാണ് ധനുഷ്കോടി ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നുള്ള വൺ സൈഡ് വ്യൂ. രണ്ടാൾക്കാർ നടന്നു വരുന്നുണ്ട് അവിടുന്ന്. കാണാനുണ്ടോ? നാളികേരം നല്ല രസമുണ്ട്. അതിൻ്റെ ഉള്ളിൽ തെങ്ങൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞില്ലേ ഒന്നും മനസ്സിലാവില്ല. നമ്മൾ ഇന്ത്യയുടെ അതിർത്തി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വിജയ് ജയിക്കുമാ? വിജയ് ജയിക്കും. വിസിലേക്ക് ഓട്ട് പോടുങ്ക. വിജയുടെ വിസില. വിസില് ഗസിയാൻ 24 ഓട്ടോ ലൈസൻസ് അപ്പൊ എങ്ങനെയാ? പറഞ്ഞ പോലെ 24 23 24 18 21. ഓക്കെ പോയിട്ട് വന്നല്ലോ. ഓക്കെ പീനട്ട് എവിടെ? അതില അത് നമ്മള് ഇന്ത്യയുടെ അതിർത്തി വന്നിരിക്കുകയാണ്. ഇവിടുന്ന് 18 കിലോമീറ്റർ ആണ് ധനുഷ്കോടിയിൽ ശ്രീലങ്കയ്ക്കുള്ളത് കേട്ടോ. 18 കിലോമീറ്റർ ധനുഷ്കോടിയാണ് ഇന്ത്യയുടെ അതിർത്തി. 18 കിലോമീറ്റർ വെറും 18 ഒരു മണിക്കൂർ കൊണ്ട് നീന്താന്നൊക്കെ പറയണേ അവര്. ഇന്നലെയോ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് 2 പേര് മരണപ്പെട്ടു എന്നും പറയുന്നുണ്ട്. മിത്താണോ ഐതിഹ്യാണോ നമുക്കറിയില്ല. നമ്മളിലില്ലേ എവണോ ഒരു ഗ്ലാസിന് 30 രൂപ. ഏക്ക് ഗ്ലാസിന് 30 രൂപ. വലുത് നോക്കി എടുക്കോ സഖാവേ? മസാല വേണ്ടേ? മസാല എന്തോ ഉപ്പും മുളക് പൊടി. ഒരു പീസ് കൂടെ എക്സ്ട്രാ തരുമോ? ഓ തങ്ക മനസ്സ് ആൽബിക്കോസിനായി കിട്ടിട്ടാ. ആ ശരിയല്ലേ? പോയാ ചേച്ചി ഒരു പീസ് കൂടി തരുമോ? എതിലുണ്ടാ?
മസാല തെച്ച പൈനാപ്പിൾ മേങ്ക നോക്കി കാണാന്നാണ് പറയുന്നത് കേട്ടോ. കണ്ടോന്നൊക്കെ ചോദിക്കുമ്പോ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടാണോ? സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ധനുഷ്കോടിയില് കാണാനായിട്ട് കുറെ അമ്പലങ്ങളുണ്ട്, കുഞ്ഞു കുഞ്ഞു കുറെ അമ്പലങ്ങളുണ്ട്. പിന്നെ ഏറ്റവും വലിയ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു അതിർത്തി തന്നെയാണ്. ശ്രീലങ്കയുമായി അതിർത്തി പങ്കിടുന്ന, ഇവിടുന്ന് വെറും 18 കിലോമീറ്റർ ആണ് ശ്രീലങ്കയ്ക്ക്. കുറച്ചു നേരത്തെ ഒരു ബൈനാക്കോലറൊക്കെ വെച്ചിട്ട് കണ്ടിരുന്നത് അതാട്ടാ. നല്ല വെയിലുണ്ട്, നല്ല വെയില്. സൂര്യൻ ഇപ്പൊ പോകുന്നു പറഞ്ഞിരുന്നത് അവിടെ. വീഡിയോ എടുക്കാൻ വന്നതാണ് സഖാവ്, പെയിന്റ് ഒക്കെ തരച്ചിട്ട്. അതിന്റെ ഇടയിൽ കൂടെ അവൻ ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതെ, അടുത്തെടുക്കാൻ പോവാ. Albi is the photographic man. ഒന്ന് നീങ്ങുന്നേ രണ്ടാളും നിന്നേ, ഒന്ന് ചിരിച്ചേ. ആൽബി ക്യാമറ തുടക്കുന്നവൻ എന്തൊക്കെയാ ചെയ്യുന്നവൻ. അയ്യോ അമ്മേ, ഒരാൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഇവിടെ എന്താ ഫോട്ടോ? അങ്ങനെ ധനുഷ്കോടി കടപ്പുറത്ത് വെച്ചിട്ട് ഇതാ ഇവിടെ ഷർട്ട് ഊരിട്ട് മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതമെന്നാൽ പാരിന്നടുവിൽ, ഭാരതമെന്നാൽ പാരിന്നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല ജനകോടികൾ. നമ്മള് ധനുഷ്കോടി എക്സ്പ്ലോർ ചെയ്തൂലേ? അതെ. എന്നുണ്ട് ധനുഷ്കോടി? കില്ലേരി. ഈ ധനുഷ്കോടിയിൽ കാണാനുള്ളത് എന്താന്ന് വെച്ചാ ഇവിടത്തെ ഒരു സംഭവം അടിപൊളിയല്ലേ. സൺസെറ്റ് ഒക്കെ വരുന്നതൊക്കെ അടിപൊളിയാ. സൺസെറ്റ് വരണല്ലോ. നമ്മുടെ ബാക്കിലാണ് വരിക. ഇവിടത്തോട് പ്രത്യേകത എന്താന്ന് വെച്ചാ അത് ശ്രീലങ്കയുടെ ഒരു മൂഡ്. അത് കാണാനാണ് ശ്രീലങ്കയുടെ പിന്നില് കണ്ണല് കുറച്ച് ഇതിങ്ങനെ പൊന്തി നിൽക്കണത്. അത് തെറ്റം. ആ തെറ്റത്താണ് ശ്രീലങ്ക. ഇവിടെ കണ്ട, ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ മരിച്ച് നടക്കുന്നുണ്ട്. ശ്രമിക്കണവരെ ഫോട്ടോ എടുക്കാം. ക്യാമറ അങ്ങനെ സൺസെറ്റ് നമ്മൾ കാണാൻ പോകുകയാണെങ്കിൽ നമ്മളേതൊരു മണപ്പുറത്തിന്റെ തീരത്ത് കൂടെ വെയിലും കൊണ്ട് നടക്കുകയാണ്. സൺസെറ്റ് ഇപ്പൊ കാണാന്ന് വിചാരിച്ചത്. ധനുഷ്കോടി കാണാൻ കാലിന്റെ ഇടയിലേക്ക് വെള്ളം. ആഹാ, ഇത് ബാക്കിലൊക്കെ നല്ല അടിപൊളി സണ്ണ് ഇങ്ങനെ താന്ന് വെള്ളത്തേക്ക് ഇങ്ങനെ കൂപ്പ് കുത്തുക. അങ്ങനെയല്ല ആൾക്കാരെ നോക്കാമല്ലോ. അത് ഞാൻ മനസ്സിലായി. അത് മനസ്സിലാവണൊക്കെ ഉണ്ടല്ലോ. അംഗം വെട്ടാന്ന് അംഗം വെട്ടുന്ന എഴുതിട്ടാ അംഗം വെട്ട് നോക്കേ മനസ്സിലാവണ്ടല്ലോടാ. നിങ്ങൾ ഇരിക്കടാ. ആ അങ്ങനെ സൂര്യൻ നമ്മളെ വിട്ട് യാത്രയാവുകയായി സുഹൃത്തുക്കളെ. സൂര്യനായി കഴുകി ഉണർത്തുമെന്നിഷ്ടം. സൂര്യനകലെ സൂര്യനടുത്ത്, സൂര്യനകലെ സൂര്യനടുത്ത്. മയില് പഴയൊരു പള്ളിയാന്ന് തോന്നിട്ടുണ്ട്. മട്ടൻ മുട്ട പൊറോട്ട എന്നത്തേന്നറിയില്ല.
രണ്ടാള് കിടക്കുമ്പോ എത്ര ഹാപ്പി ആയിട്ടിരിക്കുന്ന നമ്മുടെ ചാനലിലേക്ക് പബ്ലിസിറ്റി കേരള മൊത്തം പാർക്കിന് 1800 1700 1900 ഗുഡ് മോർണിംഗ്. അത് മധുരയിലെത്തി, റൂം കിട്ടി, ഉറങ്ങി. നേരത്തോടെ പോയിട്ട് പോലെ ഉറങ്ങണു. പിന്നെ രണ്ടെണ്ണം നോക്കുന്നു. പിന്നെ നേരെ മധുര മീനാക്ഷി ടെമ്പിൾ പോണം. ടെമ്പിളിന്റെ എന്താ പണി നടക്കാന്നൊക്കെ പറയുന്നുണ്ട്, നോക്കിയേക്കാം. ഈ ഒരു റൂമാണ് അവര് 2200 രൂപ വില പറഞ്ഞ ഒരു ബാത്റൂം, 2200. അപ്പൊ നമ്മള് വില പേശി ആദ്യം 2000 എത്തിച്ചു. പിന്നെ സ്കൂളിൽ പോയിട്ട് പഠിക്കുന്ന പിള്ളേരാന്നൊക്കെ പറഞ്ഞിട്ട് 1900 രൂപ കിട്ടി. പക്ഷെ എന്നിട്ട് അവിടെ പോയി നോക്കിയപ്പോ 1500 രൂപ സ്റ്റാർട്ടിങ് ഉള്ളു. നമുക്ക് 400 രൂപ നഷ്ടം. മധുരയിൽ വരുമ്പോ ഇതൊക്കെ ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ ഓട്ടോറിക്ഷക്കാരും അവര് പറഞ്ഞ പോലെയാണ്, ഇതൊക്കെ കച്ചവടമാണ്. നമ്മളങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഒരുത്തന്നെ ഇവിടെ മേക്കപ്പിന്റെ സുന്ദരനാണ് നോക്കുന്നുണ്ട്. അതാണെങ്കിൽ വീട്ടില് മുട്ടായി പോലെ അവിടെ പൂക്കളൊക്കെ ഇട്ടിട്ട് പുഷ്പിക്കാൻ ഒരുത്തൻ സുന്ദരനായിട്ട് ഇങ്ങനെയൊക്കെ ഒരു അംഗങ്ങള്. അപ്പൊ ഇനി നമ്മൾ നേരെ പോകുന്നത് മുരുകൻ ഇഡ്ഡലി, പൊടി ഇഡ്ഡലി ഷോപ്പ്. അതൊന്ന് കഴിച്ചിട്ട് എന്താ അഭിപ്രായം എന്ന് പറയാട്ടോ. ഇവനാണ് ഇന്നത്തെ ലൈറ്റ് മാൻ, ലൈറ്റ് കമ്മർ. എല്ലാ കൂട്ടത്തിലും ഉണ്ടാവുമല്ലോ ലൈറ്റ് ആക്കുന്നൊരു കള്ള തെണ്ടി. ഇവൻ വർമ്മേഷ്. ഓടിക്കോ, ഇത് മാത്രം അവൻ മുറുകൻ ഇഡ്ലിക്ക് ഓടിയിട്ടോ. അറിയണ്ടേ സുഖല്ല നിനക്ക്? നമ്മൾ പറഞ്ഞ വർമ്മേഷ് പാട്ടുപാടിയ ഇവൻ നമ്മളെ കൂട്ടാണ്ട് സിനിമ എല്ലാരും ഇവിടുന്ന് ഏകദേശം ഒരു 10-300 മീറ്ററുള്ള മധുരൈ ടെമ്പിൾ, ടെമ്പിൾ, മീനാക്ഷി അമ്മൻ കോവിൽ ടെമ്പിൾ. വണ്ടികളൊക്കെ അതുകൊണ്ട് പക്ഷെ പോകുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. മുരുകൻ ഇഡ്ഡലി ഷോപ്പ്. മിൽക്കി മിൽക്കി മിൽക്കി. നമുക്കൊന്ന് മധുരൈ കണ്ടാലോ? മധുരൈ മീനാക്ഷി അമ്മൻ കോവിൽ. പാലസ് എങ്ക இருக்கு? பேலஸ் வந்து ஸ்ட்ரைட்டா போங்க. ஸ்ட்ரைட்டா சின்ன கோயில் இருக்கும் ரைட் சைடுல. பக்கத்துல ஒரு லைன் போகும். அதுல லைன் போனீங்கன்னா லாஸ்டா ஒரு ரோட் வரும். பெரிய ரோட். அதுக்கு லெஃப்ட் சைடுல ஜிகர்தண்டா இருக்கும். அப்படியே அங்கிட்டு போனீங்கன்னா பேலஸ். Okay, thank you. What is your name? Dinesh. Dinesh.
ദിനേശ് ആണ് അവിടെ. ദിനേശ് മോൻ നമുക്ക് വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ജിഗർദന്തയും പാലസും നേരെ ഒരു കോവിലിருக்கு. കോവിലിന്റെ അപ്പുറത്ത് ജിഗർദണ്ഡ് ഇരിക്കുന്നതാണ് അവൻ പറഞ്ഞത്. റൈറ്റുകളെ വഴിയിലല്ലോ പറഞ്ഞേ. നേരെ പോയിട്ട് ഒരു കോവിലിറുക്കെ. என்னடா பண்ற? നല്ല ടേസ്റ്റാ ഇருக்கு. പ്രമാദം. ഈ ക്യാമറമാന് പ്രാന്ത അവിടെ. Hi. Welcome to Madurai. Thank you. Welcome to Madurai. നമ്മൾ കുടിക്കരുതൊക്കെ കൊഞ്ചം തണുത്ത വെള്ളം ചോദിച്ചു. ആള് ഐസ് വാട്ടർ തന്നെ. പ്രമാദം. ആടുജീവിതത്തിലുണ്ട്. ശരിക്കും പശു നാവർത്തിട്ട് സൈഡിലത്തെ എടുത്ത എന്തൊട്ടൊക്കെ എടുക്കണം വേറെന്ത് സാധനം പറയലോ. മസാലയൊക്കെ പറ്റി തരുന്നത് ഒരെണ്ണം പറയാൻ ഗൂഗിൾ പേ ഉണ്ടാ? ഗൂഗിൾ പേ ഇല്ല. അന്നാ വേണ്ട. ഗൂഗിൾ പേ ഇല്ല. കാശ് എടുക്കാണ്ട് വന്ന ഇതിലൊരു യോഗ കൊടുക്കട്ടെ. കാശ് എടുക്കാണ്ട് വന്ന ഇവർക്കൊരു യോഗ കൊടുത്തേ. തെണ്ടി കാശ് കൊടുക്കില്ലേ? അതായത് മധുര ടൗണാ. ഇവിടെ നെറ്റ്വർക്ക് ഡൗൺ ആവണ പരിപാടിയില്ല. ഇതാണ് മധുരൈ പാലസ്. ഇവിടെ ഒരു ബ്രഹ്മാണ്ഡമായ ഒരു ബിൽഡിംഗ് തന്നെ ഉണ്ട്. പക്ഷെ അധികം ഏരിയ ഉള്ളിലേക്ക് നടക്കാനൊന്നുമില്ല. കുറെ അങ്ങനത്തെ തൂണുകളും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ തന്നെയുള്ളൂ. വേറെ ഒന്നും കാണാനോ അങ്ങനെയൊന്നുമില്ല. ഇങ്ങനത്തെ സംഭവം ഉണ്ട് മാത്രം. കണ്ടില്ലേ, കുറേ തൂണുകളുണ്ട്. ഒരു ഭീമാകാരമായ കുറേ തൂണുകൾ. പിന്നെ അവിടെ ഗൈസ് ഫോട്ടോ എടുത്ത് കളിക്കുന്നുണ്ട് അവിടെ. പിന്നെ കുറെ ആൾക്കാര് ഇവിടെ അങ്ങനെ കാണാൻ വന്നിട്ടുണ്ട്. അങ്ങ് ഓരമാന്നില്ലിങ്ക സാർ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇത് എങ്ങനെയുണ്ട് മധുരൈ പാലസ്? ഇഷ്ടമായി എല്ലാവർക്കും? ഇടയെ കൂടെ ഒരു സാധനം നല്ല ഇറക്കെ പ്രമാദമാ. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണ് ഗൈസ് സുഹൃത്തുക്കളെ? ഇവിടത്തെ ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല. ഇനി വന്നവരെ കാണാന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല. 23-ാം തീയതി എന്നല്ല പറഞ്ഞേ. മധുരൈ തമിഴ്നാട് ഇലക്ഷൻ 23-24 വിസില് ജയിക്കുന്ന പറയുന്നേ. തളപതി വിജയ് വന്ന ഒരു ചരിത്രമാണെന്ന് വിചാരിക്കാം അല്ലേ? ഇതാണ് രാജാവ് ഇരിക്കുന്ന സിംഹാസനം. കനക സിംഹാസനം. അപ്പുറത്തേക്ക് രാജാവ്. അങ്ങനെ നമ്മള് മധുരയിൽ പോയപ്പോൾ കേരളത്തിൽ നിന്നും ചെന്നൈയിൽ പഠിക്കുന്ന കുറച്ച് നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടുപിട്ടിട്ടുണ്ട്. ഇവരെന്തോ ആർക്കിയോളജിസ്റ്റ് അതാണ് പഠിക്കുന്നത്. ചെന്നൈയിലാണ് പഠിക്കുന്നത്. അതില് ആ വയലറ്റ് കളർ സാരി എടുത്ത പെൺകുട്ടി നമ്മുടെ തിരുവനന്തപുരത്ത് പഠിക്കുന്നതാണ്. ബാക്കിയുള്ളവരൊക്കെ തമിഴ്നാട്ടിലാണ്. പക്ഷെ എന്നാലും മലയാളം ரொம்ப അഴകാ പേസറേ. പുതിന ലെമൺ ഗ്രേപ്പ് ജ്യൂസ്. എല്ലാരും ടേസ്റ്റ് നോക്കിയതല്ലേ? ഒരു ലസ്സി നിനക്ക് വേണമാ? വേണം. നീ വേണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ കിട്ടുന്നില്ലേ? അങ്ങനെ നമ്മള് മധുരയോട് വിട പറയുകയാണ് ഗൈസ്. എല്ലാവർക്കും മധുര ട്രിപ്പ് ഇഷ്ടായില്ലേ? എന്തോ ചെയ്തില്ല എല്ലാരും? മാത്രല്ല പിന്നെന്തെങ്കിലും ഫുഡ് ഉണ്ട് ഇവിടെ.